പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ആർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് സ്വാഗതം. നാളികേരം, കൽപ്പകവൃക്ഷം അഥവാ സ്വർഗത്തിലെ വൃക്ഷമെന്നാണ് തെങ്ങിനെ വേദങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു വിശേഷണവും ഈ ബഹുമുഖ വൃക്ഷത്തിന് നൽകാനാവില്ലായിരിക്കും. ഇതിൻ്റെ ഭൂരിഭാഗത്തിനും എന്തെങ്കിലും ഔഷധമൂല്യമുണ്ട്. അതിൻ്റെ ചിരട്ടയ്ക്ക് പോലും അതിൻ്റേതായ ഉപയോഗമുണ്ട്. തേങ്ങയുടെ ഓരോ ഭാഗവും പ്രദാനം ചെയ്യുന്ന ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔഷധ ഗുണങ്ങൾ: തേങ്ങയുടെ കാമ്പ്. കരിക്കിലെ കുഴമ്പ് പരുവത്തിലുള്ള കാമ്പ് നാരടങ്ങിയിട്ടില്ലാത്തതും അനായാസം ദഹിക്കുന്നതുമാണ്. പ്രോട്ടീനിൻ്റെ അപര്യാപ്തത, ഗ്രഹണി, അബ്ഡോമിനൽ ട്യൂബർകുലോസിസ് എന്നിവ മൂലം ക്ലേശിക്കുന്ന കുട്ടികൾക്ക് തേങ്ങയും ഏത്തപ്പഴവും ചതച്ച് കുഴച്ച് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അകാല വാർദ്ധക്യ ലക്ഷണമായ മുഖചർമ്മങ്ങളിലെ ചുളിവ് മൂലം നിങ്ങൾ വിഷമിക്കുന്നുവോ എങ്കിൽ തേങ്ങയുടെ കാമ്പ് കൊണ്ട് മുഖത്ത് പതിവായി പുരട്ടി തടവുക. ചർമ്മത്തിൻ്റെ മൃദുത്വം നിലനിൽക്കും. കരിക്കിന് പാൻ, മുറുക്കാൻ എന്നിവ ചവക്കുന്നത് വഴിയുണ്ടാകുന്ന വായിലെ ക്യാൻസറിനെ ചെറുക്കാൻ കഴിവുണ്ട്. മോണോലോറിൻ, അതിൻ്റെ പൂർവഗാമിയായ ലോറിക് ആസിഡ് എന്നിവ വിവിധ തരം ബാക്ടീരിയ, ഈസ്റ്റ്, ഫംഗസ്, HIV വൈറസ്, മീസിൽസ് വൈറസ്, ഹെർപ്പിസ് സിംപ്ലക്സ്, വെസിക്കുലാർ ടോമാറ്റൈറ്റിസ് വൈറസ്, വിസ്ന വൈറസ്, സൈറ്റോമെഗാലോ വൈറസ് എന്നീ വൈറസുകളെ നിർജീവമാക്കുന്നതായി PK തോംസൺ എന്ന ഗവേഷകൻ കണ്ടെത്തിയിട്ടുണ്ട്. കഫമില്ലാത്ത ചുമ, തൊണ്ടയിൽ കിരുകിരിപ്പ് എന്നിവയുള്ളപ്പോൾ തേങ്ങാപ്പാലും ഒരു സ്പൂൺ കശകശനീര്, തേൻ എന്നിവയും തമ്മിൽ കലർത്തി ഉറങ്ങുന്നതിന് മുമ്പായി കഴിക്കുക. അതിസാരം, വയറുകടി എന്നിവയുള്ളപ്പോഴും ഇത് കഴിക്കുന്നത് ഫലപ്രദമാണ്. തേങ്ങാപ്പാൽ കഴിച്ചാൽ നാടവിരയെ നശിപ്പിക്കാം. കിടക്കാൻ നേരം കഴിക്കുന്നതാണ് ഉത്തമം. ജലമയമില്ലാത്ത ഉണങ്ങിയ തേങ്ങ ആയുർവേദ ഔഷധങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഫേഷ്യൽ പാരാലിസിസ് പോലുള്ളവയുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഇത് വറുത്ത് കിഴിയായി അതാതു ഭാഗങ്ങളിൽ അയഞ്ഞ പേശികൾക്ക് സുസ്ഥിതി കൈവരുത്താനായി ആവി പിടിക്കുന്നു. കൊപ്ര. ഉണങ്ങിയ തേങ്ങയിൽ അമൂല്യമായ വലുതും ചെറുതുമായ അംശങ്ങളുണ്ട്. വിറ്റാമിൻ B കൂടിയ തോതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ കൊപ്ര ചക്കര അഥവാ കൽക്കണ്ടത്തോടൊപ്പം ചവച്ച് തിന്നുന്നതിലൂടെ വായിലെ ക്യാൻസറിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുന്നു. തേങ്ങാവെള്ളം. കരിക്കിൻ വെള്ളത്തിൻ്റെ ഔഷധ പ്രാധാന്യം സുവിദിതമാണ്. കരിക്കിൻ വെള്ളത്തിൽ ഉയർന്ന സാന്ദ്രതയിൽ പൊട്ടാസ്യവും ക്ലോറിനും അടങ്ങിയിട്ടുണ്ട്. ഹൃദയം, കരൾ, വൃക്ക തകരാറുകൾ ചികിത്സിക്കുന്നതിന് ഇത് ഉപയോഗിക്കാം. സാധാരണയായുള്ള നീർക്കെട്ട്, അമ്ലാംശം കൂടുതലായി അല്പമാത്രമുള്ള മൂത്രവിസർജനം, ഗർഭകാല ഛർദി, കുടലിലെ അണുബാധ, ആൽബുമിനൂറിയ അഥവാ മൂത്രത്തിൽ വെൺകരു, ഗൊണോറിയ മുതലായ രോഗങ്ങളിൽ കരിക്ക് ഫലവത്താണ്. ശിശുക്കളിലും കുട്ടികളിലുമുണ്ടാകുന്ന നിർജ്ജലീകരണം ഭേദമാക്കാൻ തേങ്ങാവെള്ളത്തോടൊപ്പം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഓരോ 10 മിനിറ്റിലും 1 ടീസ്പൂൺ വീതം ദാഹശമനത്തിനായും അടിയന്തരമായി സലൈവൻ ട്രാൻസ്ഫ്യൂഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഇലക്ട്രോലൈറ്റ് സന്തുലനാവസ്ഥ വീണ്ടെടുക്കാനുമായും നൽകുന്നു. കരിക്കിൻ വെള്ളവും പാലും തമ്മിൽ കലർത്തി ഛർദി, മലബന്ധം, ദഹനക്കേട് എന്നിവയുള്ള ശിശുക്കൾക്ക് ആശ്വാസത്തിനായി നൽകാറുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളത്തിൽ കലർത്തി തുല്യ അളവ് ചുണ്ണാമ്പ് വെള്ളവും ചേർത്ത് പൊള്ളലിന് ആശ്വാസമേകുന്ന ലേപനമായി ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണ. നല്ല സ്നിഗ്ധതയുള്ള പദാർത്ഥമായ ഇത് ഏതാനും തുള്ളി നാരങ്ങാനീര് ചുണ്ണാമ്പ് വെള്ളത്തോടൊപ്പം കലർത്തി മുഖക്കുരു, പാലുണ്ണി, പൊട്ടിയ ചർമ്മം, വിണ്ട മുലക്കണ്ണുകൾ, വസ്ത്രം ധരിച്ചുണ്ടായ പാടുകൾ മുതലായവ പരിഹരിക്കാൻ പുരട്ടാവുന്നതാണ്. വളർന്നു വരുന്ന കുട്ടിക്ക് വേണ്ടത്ര വളർച്ചയില്ലെന്ന് തോന്നുന്നുണ്ടോ? വെളിച്ചെണ്ണയും പശുവിൻ വെണ്ണയും തേച്ചു പുരട്ടി നല്ലതുപോലെ തടവി കുട്ടിയെ രാവിലത്തെ വെയിൽ കൊള്ളിക്കുക. ഇടിഞ്ഞു തൂങ്ങിയ സ്തനങ്ങൾക്ക് തുല്യ അളവ് മുല്ലയില നീരും വെളിച്ചെണ്ണയും എടുക്കുക. വെളിച്ചെണ്ണയുടെ കാൽഭാഗം കടുകിട്ട് ചെറു ചൂടിൽ ഈ മിശ്രിതം അതിലെ ജലാംശം വറ്റുന്നതുവരെ ചൂടാക്കുക. അരിച്ചെടുത്ത് കുപ്പികളിലാക്കുക. ഈ തൈലം
രക്തപ്രവാഹം വർദ്ധിക്കാനും വേണ്ട ശരീരഭാഗങ്ങൾ ഉറപ്പുള്ളതാക്കാനുമായി പുരട്ടുക. തെങ്ങിൻ പൂവ്. തെങ്ങിൻ പൂക്കുലയും തൈരും ചേർത്ത് സേവിക്കുന്നത് മൂത്രാശയക്കല്ലുകളെ ഭേദപ്പെടുത്തുമെന്ന് പ്രശസ്ത ആയുർവേദ ഗ്രന്ഥമായ ഭാവപ്രകാശത്തിൽ പറയുന്നു. ചകിരി. ചകിരി കരിച്ച ചാരത്തിന് രക്തബന്ധക ഗുണങ്ങളുണ്ട്. അമിതമായ ആർത്തവം, അർശോ, രക്തം എന്നിവയുള്ളപ്പോൾ ചകിരി കരിച്ച് കരിക്കൻ വെള്ളവും കൽക്കണ്ടവും ചേർത്ത് കരിക്കാവുന്നതാണ്. ചകിരി തിളപ്പിച്ചത് 1 കപ്പ് തേനും ചേർത്ത് കഴിച്ചാൽ ഉദരകൃമികൾ നശിക്കും. ചിരട്ട. ചിരട്ടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ കൃമിബാധയുടെ ചികിത്സയ്ക്ക് ഉത്തമമായ ഔഷധമാണ്. ചിരട്ട ചെമ്പുപാത്രത്തിലിട്ട് കത്തിച്ചാണ് എണ്ണയെടുക്കുന്നത്. ഈ എണ്ണ തുടർച്ചയായി 15 ദിവസമെങ്കിലും പുരട്ടേണ്ടതാണ്. നന്ദി.